ഒന്നാം വർഷ BDS വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകർ നടത്തിയ അതിക്രൂരമായ ജാതി പീഡനമാണ് ആ 23-കാരന്റെ ജീവൻ എടുത്തതെന്ന് നിങ്ങളിപ്പോൾ കണ്ടു കാണും, ജാതിയുടെ പേരിലൊരു പാവം പയ്യൻ ഇപ്പം ആത്മഹത്യ ചെയ്തു. കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്നെടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. ഇതിൽ ഈ പറയുന്ന റാമെന്ന് പറഞ്ഞ HOD, ആ നായിൻ്റെ മോൻ്റെ ഫോട്ടോ ഒരു മാധ്യമങ്ങൾ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോഴേ നമുക്ക് ഊഹിക്കാം അവൻ്റെ എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. ആ നായിൻ്റെ മോൻ്റെ ഒരു ഫോട്ടോയും കിട്ടാൻ, ഇല്ലെങ്കിൽ ഞാനെങ്കിലും വെച്ചേനെ. ഇതുപോലുള്ള നാറികൾ, അതായത് ഈ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന കുറേ നായിൻ്റെ മക്കൾ നമ്മളെ നാട്ടിലുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരുപാട് മേൽ ജാതിയിട്ടുള്ള ആൾക്കാർക്ക്, ഈ ജാതിക്കാർ, പ്രത്യേകിച്ച് ഈ പയ്യൻ SC ആണെന്ന് പറഞ്ഞിട്ട്, കറുപ്പാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കളിയാക്കുന്നത്. ഇപ്പോഴും എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ജാതി പറഞ്ഞിട്ട് ആൾക്കാരെ മാറ്റി നിർത്തുന്നത്, അധിക്ഷേപിക്കുന്ന സംഭവം. നമ്മളെ നാടൊക്കെ എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും പറയുന്നത് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഇങ്ങനെ പതുങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ്. അവന്മാർ ജനിച്ചത് ഇന്ന ജാതിയാകുമ്പോൾ അവന്മാർക്ക് എന്തോ വലിയ പ്രിവിലേജ് നാട്ടിലുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണ താഴോട്ടുള്ള ജാതിക്കായിട്ടുള്ള ആൾക്കാർക്ക് പ്രിവിലേജ് ഇല്ല. നായിൻ്റെ അവൻ മുങ്ങി, അതായത് ഈ റാമെന്ന് പറഞ്ഞ നായിൻ്റെ അവൻ മുങ്ങി. അവനെ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കണം. അവൻ ഇത് ഒരു പ്രാവശ്യമല്ല, ഇതിനു മുമ്പും ഈ കോളേജിൽ ഇതിൻ്റെ പേരിൽ സെയിം ഇഷ്യൂസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അന്നൊരു നടപടി ഉണ്ടായില്ല. അവൻ അത്രയും ഹോൾഡുള്ള ഏതോ ഉന്നത കുല ജാതിയിലുള്ളൊരു മയനാണ് അവൻ. അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാറിയപ്പം സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു, ഡിസ്മിസ്സാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ഒരു പയ്യൻ്റെ ഭാവി ഒന്ന് ആലോചിക്കുക. ഒരു ചെറിയ പയ്യൻ്റെ ഭാവി, അവൻ ഡോക്ടറാവാൻ വേണ്ടി കഷ്ടപ്പെട്ട് 2 വർഷം നീറ്റ് പരീക്ഷ പഠിച്ചെഴുതി ജയിച്ച് എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവൻ ആ സീറ്റ് കിട്ടുന്നത്, ഗവൺമെൻറ് കോളേജ് സീറ്റ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത്രയും കഷ്ടപ്പെട്ട് വന്നവൻ ഇതിപ്പം കൊന്നതാണോ ആത്മഹത്യ ചെയ്താണോ എന്നുള്ള കാര്യം കൺഫേം അല്ല. എന്തായിരുന്നാലും ആ അമ്മയ്ക്കും അച്ഛനും ഇല്ലാതായി.